എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണിയുടെ ഒരു വീഡിയോ ആണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. അറിയാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ബിരിയാണി എല്ലാവർക്കും അറിയും, എന്നാലും അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ 1 കിലോയുടെ ഒരു ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മസാല തയ്യാറാക്കാൻ വേണ്ട കുറച്ച് പശു നെയ്യും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 6 തൊട്ട് 8 ഉള്ളി വരെ നമുക്ക് ചേർക്കാം. അത് ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലപോലെ വഴന്ന് വരണം, എന്നാലേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക് ചതച്ചതാണ്. ഒരു 15 പച്ചമുളകുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതേ ഉള്ളൂ. ഞാനൊരു 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ ബിരിയാണിയുടെ മെയിനായിട്ടുള്ള എരിവ് എന്ന് പറയുന്നത് ഈ ഒരു പച്ചമുളക് എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ അപ്പം മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3 തക്കാളി അരിഞ്ഞത്, കുറച്ച് വലിയ തക്കാളിയാണ്, 3 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് വഴന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി എടുക്കുക. ഇനി നമ്മൾ ചേർക്കേണ്ടത് ചിക്കൻ്റെ പീസസ് ആണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള ചിക്കൻ പീസസ്, 1 കിലോ ചിക്കൻ പീസാണ് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പീസസ് വേണമെങ്കിൽ അതിൽ ചേർക്കാം. ഇപ്പോൾ ഇത് 1 കിലോ ചിക്കൻ പീസസ് ആണ്. അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കുറച്ച് നേരം അവിടെ വയ്ക്കാം, ഒന്നൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക. ഇനി ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഗരം മസാലയുടെ പൊടിയാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ എത്രയാണോ ഉപ്പ് വേണ്ടത് ആ ഉപ്പും കൂടെ ചേർത്ത് ഒരു പിടി പുതിന ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇത്ര തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്കിതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തിരി കൂടുതൽ ചേർക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് വഴറ്റി ലാസ്റ്റായിട്ട് ഇതിൽ ചേർക്കേണ്ടതാണ് കുറച്ച് നെയ്യ്, പശു നെയ്യ് തന്നെ കുറച്ചും കൂടെ, ഒരു ടീസ്പൂണോളം പശു നെയ്യ് ലാസ്റ്റ് ചേർക്കണം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പശു നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കിസ്മിസ്, അതുപോലെ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ എല്ലാ സ്പൈസസും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള അതും ചേർത്ത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്ച്ചോറ് അരിയല്ലേ ഉപയോഗിക്കുക. അപ്പോൾ 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. അപ്പോൾ ഇത് 1 കിലോയുടെ ബിരിയാണിക്ക് ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 4 കപ്പിന് 8 കപ്പ് കണക്കിന് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇതിലേക്ക് ഇനി അരി ചേർക്കണം. കണ്ടില്ലേ, ഈ അരി കണ്ടില്ലേ, നമ്മളെ ബിരിയാണി അരി, നെയ്ച്ചോറ് അരി എന്ന് പറയില്ലേ, കൈമ അരിയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ 4 കപ്പ് അരിയാണ്. 4 കപ്പിന് 8 കപ്പ് വെള്ളം, ഈ കണക്കിനെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക. നെയ്യൊക്കെ അവരവരുടെ താല്പര്യം പോലെ, നല്ലപോലെ നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള
സവാള നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും ഇവിടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇത്രയും ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഇതാ ചോറൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞ്. ഇനി നമ്മുടെ മസാല എന്തായിന്ന് നോക്കാം. മസാല കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ? മസാല അതും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ദമ്മിടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ഒരു ലെയറായിട്ട് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് നമ്മൾ ചോറ് ഒന്ന് നിരത്തി കൊടുക്കുക. ഈ നിരത്തി വെച്ച ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാള, ഈ സവാളയും കുറച്ചാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഫുൾ ചിക്കൻ പീസസ് അടിയിലിട്ടിട്ട് ചോറ് മേലിട്ടാലും മതി, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള വഴറ്റിയത്, ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് മുകളിലായിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ ഇത്തിരി എന്താ പറയുക, ഗരം മസാലയുടെ പൊടി അതും അതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂവി കൊടുത്താൽ നല്ലതാണ്. ഇനി ഒരു ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ ആവിയൊക്കെ കറക്റ്റായിട്ട് മേലെ വരെ വരാനത് നല്ലതാണ്. ഇത്രയും ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു മഞ്ഞ കളർ വരും. ഇനി അതല്ല, ജസ്റ്റ് ഒരു സൈഡ് മാത്രം ഇളക്കിയിട്ട് കുറച്ച് വൈറ്റ് ചോറ് ആ രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചോറാണ്, എനിക്കിഷ്ടം കേട്ടോ, അതിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ചോറാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്.